വാർത്താ സമ്പന്നമായ ഈ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട എന്റർടൈൻമെന്റ് നമ്മൾ കുറവൊന്നും വരുത്തിയിട്ടില്ല. പ്രേക്ഷകർ ഒരുപാട് പ്രേക്ഷകർ കുറെ ദിവസമായി ചോദിക്കുന്നുണ്ട് അതിഥികളില്ലേ എന്ന്. എന്നാൽ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. റോഷ്നി വിളിച്ചാലോ? നമ്മൾ ഈ പാട്ടാണല്ലോ കേൾക്കാറ്, ഇന്ന് മ്യൂസിക് ആക്കിയാലോ ആലോചിക്കുക. നമുക്കൊരു വെറൈറ്റി പിടിക്കാം. അതെ, അപ്പൊ നമ്മളൊരു കിടിലൻ വയലിനിസ്റ്റിനെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ താമസിപ്പിക്കുന്നില്ല, വിളിക്കാം അല്ലേ? അപർണ ബാബു, വരൂ വരൂ. എല്ലാവരും കൈവീശിയാണ് വരാറ്. ഗായകരായിരുന്നു. അപ്പൊ ഇന്ന് ഒരു ഇൻസ്ട്രുമെന്റുമായിട്ടാണ്, ഒരു ആയുധവുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് അതങ്ങ് പ്രേക്ഷകരെ കാണിക്കാം അല്ലേ? നമുക്കൊന്ന് ഒരു പാട്ട് കേൾപ്പിച്ചാലോ? ഒരു പാട്ട് അല്ലേ? ഓക്കേ. ഗംഭീരം. അതായത് ഇത്രയും ദിവസം നമ്മളിത് പാടി കേട്ടു, പക്ഷെ ഇന്ന് വായിച്ചു കേൾക്കുന്നു. എന്ത് രസമാണല്ലേ! ഇൻസ്ട്രുമെന്റ് കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് വലിയ കഴിവാണ്. ഈ അപർണ ബാബു, അപർണ ഏത് നാട്ടുകാരിയാണ്? ഒന്ന് പ്രേക്ഷകരോട് പറയാം. ഞാൻ എറണാകുളം തന്നെയാണ്, മുളന്തുരുത്തിയാണ് സ്വദേശം. ഈ വയലിനുമായിട്ടൊക്കെ ഉള്ള ജീവിതം എങ്ങനെയാ? അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും? അടിപൊളിയായിട്ട് പോകുന്നു. ഒരുപാട് ഷോ ഒക്കെ ആയിട്ട് പോകാറുണ്ട്. ഷോസ് ഒക്കെ ആയിട്ട് ഈ ഇൻസ്ട്രുമെന്റ്സിൽ വയലിൻ മാത്രമാണോ വായിക്കുക, അതോ? ഞാൻ വയലിനാണ്. എന്താ വയലിനോട് ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം? വയലിനോട് ഇഷ്ടം തോന്നാനായിട്ടില്ല, ചെറുപ്പത്തിൽ എന്റെ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് ചേർത്തതാണ് പഠിപ്പിക്കാനായിട്ട്. എത്ര വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങിയത്? ഞാൻ 3rd സ്റ്റാൻഡേർഡ് മുതലാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ അപ്പ ഭയങ്കര ബാലുച്ചാന്റെ ഫാൻ. 8 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് ഇത്രയും പെർഫെക്ഷനിൽ വായിച്ച് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഒന്നും കൂടി കേൾക്കാൻ തോന്നുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. ഒന്നും കൂടി ഒരു വാർ. അടിപൊളി, ഭയങ്കര കലാകാരിയാണല്ലേ? അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും കേൾക്കണം അപർണ ബാബുവിന്റെ വയലിൽ നിന്ന് ഒഴുകുന്ന ഈ ഒരു സംഗീതം നമുക്ക് ഇനിയും കേൾക്കണം. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്കും ഈ സംഗീതത്തിലേക്കും തിരിച്ചെത്താം.